പിന്നെ വരാതിരിക്കാവുന്ന അത് ലോകത്താർക്കെങ്കിലും. അപ്പം സമാധി ആയത് ഞാൻ ചെന്ന് ഓടിച്ചെന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ ഇരിപ്പും കാര്യങ്ങളെല്ലാം കാണുമ്പം തന്നെ അറിയാം. ഞാൻ ഒരുപാട് ഗുഹയിലും അങ്ങും ഇങ്ങുമൊക്കെ മരത്തമലയിൽ ആലിൻ്റെ മൂട്ടിൽ എത്രയോ ശിവലിംഗം ഉള്ള ഗുഹയ്ക്കകത്ത് ഇരുന്ന് ധ്യാനിച്ചവളാണ് ഞാൻ. അപ്പുറം എനിക്ക് പറയാനില്ല. സമാധി എന്ന സത്യമാണ്. എനിക്ക് മനസ്സിലായി. അമ്മ പറയുന്നത് അമ്മ കണ്ടത് അമ്മ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതിലൊരു കുഴപ്പമുള്ളത് എനിക്കൊന്ന് അമ്മ ഇനിയത് അവരുമായിട്ടൊക്കെ സഹകരിക്കുന്ന ഘട്ടത്തിൽ ഇത് മരണം സംഭവിച്ചിരുന്നോ ആ സമയത്ത് എന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു കേട്ടോ. അത് മരണം ആ സമയത്ത് 11 മുമ്പ് മരണം സംഭവിച്ചിരുന്നു. പൊന്നു മേഡം 4 മണിക്ക് മുമ്പേ ഞങ്ങൾ ഉറപ്പിക്കും മുമ്പേ എൻ്റെ മോനെ ഭസ്മൊക്കെ വാങ്ങിച്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചതിന് ശേഷം ഈ സ്ലാബും മറ്റുമൊക്കെ ഇട്ട് പൂർണ്ണമായിട്ട് മൂടുന്നത് എപ്പോഴാണ്? ഇത്രയും ഞാൻ പറയട്ടെ, അത് 4:30 ശേഷം വെളുപ്പാരാവിലെ 4 ശേഷം അത് മൂടാൻ വെളുപ്പാരാവിലെ 4:30 ശേഷം പൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വെളുപ്പാരാവിലെ നമശിവായ പൂർണ്ണാക്കണം. അത് അവര് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. വെളുപ്പാരാവിലെ 4 ശേഷമാണ് ഉയരത്തെ സ്ലാപ്പ്, അതും എൻ്റെ ഭർത്താവ് കരുതിയിരുന്ന സ്ലാപ്പ് പത്മവീടും എല്ലാം. അത് അതിലേക്ക് വെക്കുന്നത് ആരാണ്? നാട്ടുകാരുടെ അമ്മ ഗോപൻസ്വാമി എടുത്ത് അതിലേക്ക് വെക്കുന്നത് ആരായിരുന്നു? 2 മക്കളും കൂടെ തന്നെ. 2 മക്കളും കൂടി എടുത്തു വെച്ചു. അപ്പോഴും നിവർന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. കൈലാസനാഥ സത്യമാണ് പറയണത്. സമാധിക്ക് ചെന്ന് അവർ ഇരുന്നതിന് ശേഷം സ്ലാപ്പാണ് പൊക്കി വെച്ചെന്ന് ഞങ്ങൾ പറയണത്. സ്ലാപ്പേ ആ ഉയര അടയ്ക്കുന്ന സ്ലാപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾ നമ്മളെ കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കരുത്. ഇനി ക്ഷേത്രനടയിലെ നമ്മളെ ദുഷ്ടവേല ചെയ്യണ ദൈവമല്ലേ നമ്മളെ ശിക്ഷിക്കാൻ. അപ്പോൾ പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ നിയമവും കോടതിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പോലീസ് അവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, അമ്മയുടെ വിഷമം മനസ്സിലാവും. ഇത്രയും കാലം കൂടെ ജീവിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ അതിലെ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് നടക്കണം, അതേസമയം തന്നെ ഈ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു വരികയും വേണം. എന്തായാലും അമ്മ അത് ഗൗരവത്തോടു കൂടി ഇത് പരിഗണിക്കുക. എന്താണെങ്കിലും അമ്മ പറയാനുള്ളത് മുഴുവൻ അമ്മ പറഞ്ഞത് അതേപടി തന്നെ എല്ലാവരെയും കേൾപ്പിച്ചിട്ടുണ്ട്. അവരത് വിശ്വസിക്കട്ടെ. പോലീസും ബാക്കി കാര്യങ്ങളും നടപടികളുമായി വരികയാണെങ്കിൽ അതിനോട് സഹകരിക്കുക. നമ്മുടെ രാജ്യത്ത് ഈ നിയമവ്യവസ്ഥയുള്ളത് കൊണ്ടേ നമുക്ക് അങ്ങനെയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് വേണം. രാജസേനൻ അവിടെ ഉണ്ടോ? രാജസേനൻ മേഡം, എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കൂടെ കേൾക്കണം. മേഡം ഇത്രയും കൂടെ നാട്ടുകാരെ അറിയിച്ചില്ല. നാട്ടുകാരെ പരാതിയാണ് മേഡം, നാട്ടുകാരെ പരാതിയാണ്. ഇപ്പം നിങ്ങളെ സംശയം. ഈ നാട്ടുകാർ ഈ നാട്ടുകാരെ പ്രവൃത്തിയുടെ റെക്കോർഡിംഗ് ഒക്കെ ഈ പോലീസ് ഓഫീസർ, നേറ്റിങ്ങര പോലീസ് ഓഫീസർ, വക്കീലിനൊക്കെ എല്ലാ റെക്കോർഡും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാട്ടുകാരെ ഞങ്ങളെ ഉപദ്രവിക്കണ എല്ലാം അവരെ ഉപദ്രവം വയ്യാതെ ഞങ്ങൾ ഗേറ്റിട്ട്, ഞങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടല്ല, നാട്ടുകാരെ ഉപദ്രവം വയ്യാതെ ഞങ്ങൾ ഗേറ്റിട്ട് ഇവിടെ വന്ന് നോക്കണം നമ്മളെ സാഹചര്യങ്ങൾ. നമ്മൾ വേലിയും കെട്ടി ഈ ക്ഷേത്ര നടയിലിരുന്നും കൊണ്ട് ക്ഷേത്രത്തിനെ പൂട്ടാൻ വേണ്ടി താറാക്കോഴിയെ ആ ഓടയിലിട്ട് വളർത്തി മീനുകളെല്ലാം കൊണ്ടുവന്ന് താറാക്കോഴിക്ക് സന്ധ്യാകുമ്പം കൊണ്ട് തട്ടും. ഈ കാക്കകൾ മീനിൻ്റെ നാറ്റം കൊണ്ട് കോവിലിൽ മീനുകൾ കൊത്തി കൊണ്ടുവച്ച് അങ്ങനെ നാറ്റകം കോഴിയെ ഇങ്ങനെ ഈ തുറപ്പ് കൊണ്ട് അടിച്ച് കോവിൽ ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഞങ്ങൾ മേഡം ഈ പരിസരത്ത് വന്ന് നോക്കാൻ ശരിയാണ്. അപ്പം അതെന്തായാലും ആ വഴിക്ക് പോട്ടെ, അതൊക്കെ പോലീസുകാരോട് പറയുക. ഞങ്ങൾ വേലിയാണ് കെട്ടിയത്. അപ്പൊ ആരും വരല്ലേ എന്നല്ല ഞങ്ങൾ ആ വേലി കെട്ടിയത്. ഞങ്ങളെ പട്ടി ഈ മീൻ തിന്നാൻ കോഴി, കാക്ക, പട്ടി, ഇതിനിടയിൽ പട്ടി തിന്നുകൊണ്ട് കോഴിയെ നമ്മളെ ഈ ഗേറ്റ് ഇടേണ്ട സ്ഥലത്താണ് കടിച്ചും കൊണ്ട് വന്നിട്ടതും. പട്ടി നമ്മളെ പശുവിൻ്റെ അടയാളം വരെയുണ്ട്. ഇവിടെ കെട്ടിയിരുന്ന പശുവിനെ കടിച്ച് ആ പട്ടികൾ കടിച്ച് ഞങ്ങൾ എത്ര മാസം ആ പശുവിനെ ചികിത്സിച്ചെന്നറിയാം. അതൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് സംഭവിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാണ്. ഈ പശുവും പൂച്ചയും ഒക്കെ ഇങ്ങനെ ഉണ്ട്. എന്റെ സംശയം അമ്മ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. അത് പോലീസുമായിട്ടും ഒക്കെ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അമ്മ ഈ പറഞ്ഞത് ഞാൻ കേട്ടു. അമ്മ അതിനകത്ത് വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വിശ്വംഭരൻ എന്ന് പറഞ്ഞില്ലേ നമ്മളെ തൊട്ടടുത്ത്, അവരാണ് ഇത്രയും ദ്രോഹം നമുക്ക് ചെയ്തത്. ഈ വിശ്വംഭരൻ ബന്ധുവാണോ? ഈ വിശ്വംഭരൻ ഇവിടുത്തെ ന്യൂസ് എല്ലാം ഒരിക്കലല്ല. അവര് ഇങ്ങനെ
ഊരാളിയാണ് ജാതി. നമ്മളെ ബന്ധുവൊന്നുമല്ല. പിന്നെ നമ്മള് ജാതി നോക്കി അപ്പൊ ശരി അമ്മ, അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. അപ്പോ ബാക്കി എന്താന്ന് വെച്ചാൽ അതേപടി നടക്കും. അമ്മ പറഞ്ഞത് മുഴുവൻ എല്ലാരും കേട്ടു. രാജസേനൻ അടുത്തുണ്ടോ? രാജസേനൻ ഓക്കെ, ശരി, കുഴപ്പമില്ല അമ്മ. ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ സമാധാനമായിട്ടിരിക്കുക. രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുക. എനിക്ക് നല്ല ഞാൻ ബോധം കേട്ട് കഴിക്കാം. ഞാൻ ചായ കുടിച്ച്. എന്നാലും നമുക്ക് എല്ലാം സത്യം വിജയിക്കാൻ ഒത്തിരി കഷ്ടമുണ്ട് മാഡം. അത് എന്തായാലും അത് നിയമം കോടതിയൊക്കെ ഉള്ളത് കൊണ്ടേ അത് മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു സംശയം തോന്നിയാൽ അത് പോലീസിന് സംശയം തീർക്കണം. അത് ഒരു നിയമവ്യവസ്ഥയാണ്. അതാണ് നിങ്ങൾക്കും നല്ലത്. മരണം 11:15 മുമ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്, നിയമത്തിന് മുന്നിൽ സുരക്ഷിതരാണ്. ബാക്കി കാര്യങ്ങൾ ആചാരമൊക്കെ അതുവഴി നടക്കട്ടെ. അപ്പോൾ ശരിയമ്മ, നന്ദി ഇത്രയും സമയം സംസാരിച്ചതിൽ. അമ്മയ്ക്കും പ്രായമായി എന്നെനിക്കറിയാം. താങ്ക് യു. നമുക്കിപ്പം സനന്ദനും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് അമ്മയും സനന്ദനും പറഞ്ഞത്. അറിവ്